നമസ്കാരം, PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. 2024 ഹരിവരാസന അവാർഡ് അർഹനായ വ്യക്തി ആരാണ്? PK വീരമണിദാസനാണ്. അദ്ദേഹം തമിഴ്നാടുകാരനാണ്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? PK വീരമണിദാസനാണ്. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. ഒയിലാട്ടം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലെ നാടോടി നൃത്തമാണ്? തമിഴ്നാട്ടിലെ. ഒയിലാട്ടം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലെ നാടോടി നൃത്തമാണ്? തമിഴ്നാട്ടിലെ. മാപ്പിൾസ് ആപ്പ് ഉപയോഗിച്ച് എല്ലാ ആക്സിഡന്റ് സൈറ്റുകളും മാപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. ഇമ്പോർട്ടന്റ് ആണ്. മാപ്പിൾസ് ആപ്പ് ഉപയോഗിച്ച് എല്ലാ ആക്സിഡന്റ് സൈറ്റുകളും മാപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. ഗ്രീൻ റുപ്പി ടൈം ഡെപ്പോസിറ്റ് എന്ന പുതിയ പ്രത്യേക സ്ഥിര നിക്ഷേപം ആരംഭിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഗ്രീൻ റുപ്പി ടൈം ഡെപ്പോസിറ്റ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക സ്ഥിര നിക്ഷേപം ആരംഭിച്ച ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 2024 100ാം ചരമവാർഷികം ആചരിക്കുന്ന പ്രശസ്തനായ കവി കുമാരനാശാനാണ്. ഉറപ്പായിട്ടും ചോദിക്കും. 2024 100ാം ചരമവാർഷികം ആചരിച്ച പ്രശസ്തനായ കവി ആരാണ്? കുമാരനാശാനാണ്. ഇന്ത്യയും ഏത് രാജ്യവും സംയുക്തമായാണ് ബരാക്ക് 8 ദീർഘദൂര ഉപരിതല മിസൈൽ വികസിപ്പിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ ഇസ്രയേലും ചേർന്നുണ്ട്. ഇന്ത്യയും ഏത് രാജ്യവും സംയുക്തമായാണ് ബരാക്ക് 8 ദീർഘദൂര ഉപരിതല മിസൈൽ വികസിപ്പിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ ഇസ്രയേലുമായി ചേർന്ന്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ സമ്മേളനമായ വിങ്സ് ഇന്ത്യ 2024 വേദി എവിടെയായിരുന്നു? ഹൈദരാബാദ് ആയിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ സമ്മേളനമായ വിങ്സ് ഇന്ത്യ 2024 വേദി എവിടെയാണ്? ഹൈദരാബാദ് ആണ്. ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ KSRTC വികസിപ്പിച്ച പുതിയ ആപ്പിന്റെ പേരാണ് വേർ ഈസ് മൈ KSRTC. ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ KSRTC വികസിപ്പിച്ച പുതിയ ആപ്പിന്റെ പേരെന്താണ്? വേർ ഈസ് മൈ KSRTC. 2024 ജനുവരിയിൽ വിജയവാഡയിൽ അനാച്ഛാദനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമയ്ക്ക് എന്ത് പേരാണ് നൽകിയിരിക്കുന്നത്? സാമൂഹിക നീതിയുടെ പ്രതിമയെന്ന്. 2024 ജനുവരിയിൽ വിജയവാഡയിൽ അനാച്ഛാദനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമയ്ക്ക് എന്ത് പേരാ നൽകിയിരിക്കുന്നത്? സാമൂഹ്യ നീതിയുടെ പ്രതിമ. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭങ്ങളാണ് സിഗരറ്റിസ് മേഘാമലൈൻസിസ്. ഓർത്തോളനെ, അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭങ്ങൾ ഏതാ? സിഗരറ്റിസ് മേഘാമലൈൻസിസ് ആണ്. ഏത് സംസ്ഥാനമാണ് മഹാതാരി വന്ദന യോജന ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ്. ഏത് സംസ്ഥാന സർക്കാരാണ് മഹാതാരി വന്ദന യോജന ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് ഉജ്ജയിനിയില്. ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിതമായത് ഉജ്ജയിനിയില്. 2024 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ന്യൂസിലാൻഡ് താരം നീൽ വാഗ്നർ. 2024 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ന്യൂസിലാൻഡ് താരം നീൽ വാഗ്നർ. പുരുഷ T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ജാൻ നിക്കോൾ ലോഫ്റ്റി ഈതൻ ആണ്. പുരുഷ T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരമാര ജാൻ നിക്കോൾ ലോഫ്റ്റി ഈതൻ ആണ്. ഇന്ത്യൻ വുമൻസ് പ്രീമിയം ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭന. ഇന്ത്യൻ വുമൻസ് പ്രീമിയം ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരമാരാ? ആശാ ശോഭന. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യുവാനുള്ള ആപ്പിന്റെ പേര് പോക്കറ്റ് മാർട്ട്. ഓർക്കണേ, കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യുവാനുള്ള ആപ്പിന്റെ പേരെന്താണ്? പോക്കറ്റ് മാർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ജസിന്ത കല്യാൺ. BCCയുടെ പുതിയ ചെയർമാൻ സമീർ ഷായാണ്. BCCയുടെ പുതിയ ചെയർമാൻ സമീർ ഷായാണ്. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്ദിയോട്. കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്ദിയോട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശന സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ഇന്ത്യൻ ആർമി. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ഇന്ത്യൻ ആർമി. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ
സംരംഭക മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും 10% നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കർണാടക. 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും 10% നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കർണാടകം. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലക ജന്നത്ത് കെ സ്കോഫ്മാൻ ആണ്. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലക ജന്നത്ത് കെ സ്കോഫ്മാൻ ആണ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ്? ഒഡീസിയസ് ആണ്. ത്രിരാഷ്ട്രാഭ്യാസമായ ദോസ്തിയുടെ 16ാം പതിപ്പിന് വേദിയായത് മാലിദ്വീപ്. ത്രിരാഷ്ട്രാഭ്യാസമായ ദോസ്തിയുടെ 16ാം പതിപ്പിന് വേദിയായത് മാലിദ്വീപ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കനായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗില്ലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ സംസ്ഥാന ഐക്കനായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗില്ലാണ്. 38ാമത് മൂലൂർ പുരസ്കാരത്തിന് 2024 അർഹനായത് കെ രാജഗോപാൽ. 38ാമത് മൂലൂർ പുരസ്കാരം 2024 അർഹനായത് കെ രാജഗോപാൽ. അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ചേരുന്ന 119ാമത്തെ രാജ്യം മാൾട്ട. അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ചേരുന്ന 119ാമത്തെ രാജ്യമായത് മാൾട്ടയാണ്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് വേൾഡ് മിനിസ്ട്രൽ കോൺഫറൻസിന് വേദിയാകുന്നത് അബുദാബി. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയായ നഗരം അബുദാബി. ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ ശാന്തി പ്രയാസ് 4ന്റെ വേദി നേപ്പാള്. ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായിട്ടുള്ള ശാന്തി പ്രയാസ് 4ന്റെ വേദി നേപ്പാള്. 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയത് ജെറോമിക് ജോർജ്. 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയത് ജെറോമിക് ജോർജ്. ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സുതാര്യത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം T50. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം T50. T20 ക്രിക്കറ്റിൽ അതിവേഗം 10,000 റൺസ് തികച്ച താരം ബാബർ അസമാണ്. T20 ക്രിക്കറ്റിലെ അതിവേഗം 10,000 റൺസ് തികച്ച താരം ബാബർ അസം. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീം എസ്റ്റോണിയ. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീം ഏതാണ്? എസ്റ്റോണിയയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതലത്തിൽ ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. കേരള കേന്ദ്ര സർവകലാശാല പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ഡോക്ടർ BR അംബേദ്കർ ഭവൻ. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിന് നൽകിയിരിക്കുന്ന പേര് ഡോക്ടർ BR അംബേദ്കർ ഭവൻ എന്നാണ്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷയിൽ. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷയിൽ. അടുത്തിടെ സ്ക്വാഡ് അംഗ രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ക്വാഡ് ബിൽ പാസാക്കിയ രാജ്യം USA. അടുത്തിടെ സ്ക്വാഡ് അംഗ രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കുന്ന എന്ന ലക്ഷ്യത്തോടു കൂടി സ്ക്വാഡ് ബിൽ പാസാക്കിയ രാജ്യം USA. ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി ബീജിംഗ് ആണ്. ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് 2029 വേദി ബീജിംഗ് ആണ്. ഇത് 2024 പ്രഖ്യാപിക്കപ്പെട്ടത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 85ാം സ്ഥാനം. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 85ാം സ്ഥാനം. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ഉപേന്ദ്ര ത്രിവേദിയാണ്. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ഉപേന്ദ്ര ത്രിവേദിയാണ്. തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം ലിഗ്നോസാറ്റ് പ്രോബാണ്. ഇത് നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. ഓർത്തോളനെ, തടികൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹം ലിഗ്നോസാറ്റ് പ്രോബാണ്. ഇത് നിർമ്മിച്ച രാജ്യം ഏതാ? ജപ്പാനാണ്. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി ഇന്ത്യയാണ്. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി ഇന്ത്യയാണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ
രവിചന്ദ്രൻ അശ്വിനാണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ ആരാണ്? രവിചന്ദ്രൻ അശ്വിനാണ്. 12ാമത് INM അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പിയാണ്. 12ാമത് INM അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പിയാണ്. ഇന്ത്യ എനർജി വീക്ക് 2024 വേദി ഗോവ. ഇന്ത്യ എനർജി വീക്ക് 2024 വേദി ഏതായിരുന്നു? ഗോവയായിരുന്നു. അടുത്തിടെ ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ ഇനം നെല്ലിനമാണ് മീറ്റി റൈസ്. അടുത്തിടെ അതായത് 2024 ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ ഇനം നെല്ലിനത്തിന്റെ പേരെന്താണ്? മീറ്റി റൈസ്. 2024 പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. 2024 പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. PJ ആന്റണി ഫൗണ്ടേഷൻ 2024 PJ ആന്റണി പുരസ്കാരത്തിന് അർഹനായത് കരിവെള്ളൂർ മുരളി. PJ ആന്റണി ഫൗണ്ടേഷൻ 2024 PJ ആന്റണി പുരസ്കാരത്തിന് അർഹനായത് കരിവെള്ളൂർ മുരളി. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ചിത്ര വിശ്വേശ്വരൻ. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ചിത്ര വിശ്വേശ്വരൻ. വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 38ാം സ്ഥാനം. വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 38ാം സ്ഥാനം. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ദേവിക റേഗാണ്. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആരാണ്? ദേവിക റേഗാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക 15 ലക്ഷം രൂപ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക 15 ലക്ഷം രൂപ. അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. 2024 ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. 2024 യുവതി യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം മ്യാൻമർ. 2024 യുവതി യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം മ്യാൻമർ ആണ്. 11ാമത് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയുടെ വേദി ദുബായ്. 11ാമത് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടിയുടെ വേദി ദുബായ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ കത്രീന കൈഫ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ കത്രീന കൈഫ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് നവാഫ് സലാമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് നവാഫ് സലാമാണ്. ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ സ്റ്റുബ്. ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ സ്റ്റബ് ആണ്. 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഐവറി കോസ്റ്റ്. 2023 ആഫ്രിക്കൻ നേഷൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഐവറി കോസ്റ്റ്. 4ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം അഷ്ടലക്ഷ്മി. 4th ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം അഷ്ടലക്ഷ്മി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊച്ചി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി ഏതായിരുന്നു? കൊച്ചിയായിരുന്നു. 2024 ജംഗ് ഫോർട്ട് ശിലാഫലകം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. 2024 ജംഗ് ഫോർട്ട് ശിലാഫലകം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഉത്തരാഖണ്ഡ് നിയമസഭ. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഉത്തരാഖണ്ഡ് നിയമസഭ. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ്. കാലപാശം എന്ന കൃതി രചിച്ചത് പ്രഭാവർമ്മ. കാലപാശം എന്ന കൃതി രചിച്ചത് ആരാ? പ്രഭാവർമ്മ. കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം 2024 അർഹനായത് റഫീഖ് അഹമ്മദ്. കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം 2024 അർഹനായത് റഫീഖ് അഹമ്മദ്. സംസ്ഥാന നാമത്തിന്റെ ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്തിൽ TS പകരം TG എന്നാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. സംസ്ഥാന നാമത്തിന്റെ ഇംഗ്ലീഷിലെ ചുരുക്കെഴുത്തില് TS എന്നതിന് പകരം TG എന്നാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന. അന്തരിച്ച് വർഷങ്ങൾക്ക് ശേഷം FIDയുടെ ഹോർണറി ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് അർഹനായ വ്യക്തി മാലിക് മിർ സുൽത്താൻ ഖാൻ.
അന്തരിച്ച് വർഷങ്ങൾക്ക് ശേഷം FIDയുടെ ഹോണററി ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് അർഹനായ വ്യക്തി മാലിക് മിർ സുൽത്താൻ ഖാനാണ്. അടുത്തിടെ ഹിമാചൽ പ്രദേശിൽ കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭമാണ് ഡസ്റ്റഡ് അപ്പോളോ. അടുത്തിടെ ഹിമാചൽ പ്രദേശിൽ കണ്ടെത്തിയ അപൂർവ ഇനം ചിത്രശലഭം ഏതാണ്? ഡസ്റ്റഡ് അപ്പോളോ. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനി. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിത്വം ആരാണ്? LK അദ്വാനി. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശ ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലേഗ് കൊനേനെൻകോ. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശ ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാ? ഒലേഗ് കൊനേനെൻകോയാണ്. 2024 ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമായ ഇന്ത്യൻ ഷൂട്ടർ അഭിനവ് ബിന്ദ്രയാണ്. 2024 ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണത്തിന്റെ ഭാഗമായ ഇന്ത്യൻ ഷൂട്ടർ അഭിനവ് ബിന്ദ്രയാണ്. 6ാമത് ഖേലോ യൂത്ത് ഗെയിംസ് 2023 മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ആസിയൻ ടൂറിസ്റ്റ് ഫോറം 2024 വേദിയായത് ലാവോസ് ആണ്. ആസിയൻ ടൂറിസ്റ്റ് ഫോറം 2024 വേദിയായ രാജ്യം ലാവോസ് ആണ്. ബഹിരാകാശ യാത്രയ്ക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലെ. ബഹിരാകാശ യാത്രയ്ക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് ദ നേവൽ സിവിലിയൻസ് ആയി ആചരിക്കുന്ന വർഷം 2024. ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് ദ നേവൽ സിവിലിയൻസ് ആയി ആചരിച്ച വർഷം 2024. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വേദിയായത് ന്യൂഡൽഹി. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വേദിയായത് ന്യൂഡൽഹി. ആദ്യമായി മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ന്യൂറാലിങ്ക്. ആദ്യമായി മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക്. ICCയുടെ വാർഷിക പൊതുയോഗം 2024 വേദിയായത് ശ്രീലങ്ക. ICCയുടെ വാർഷിക പൊതുയോഗം 2024 വേദിയായത് ശ്രീലങ്ക. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി പിന്നെയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വം ജയ്ഷ. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം പദ്ധതി. 2024 അബേൽ പുരസ്കാരം നേടിയത് മിഖേൽ തലാഗ്രാണ്ട്. 2024 അബേൽ പുരസ്കാരം നേടിയത് മിഖേൽ തലാഗ്രാണ്ട്. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2024 വനിതാ ഏഷ്യ കപ്പിന് വേദിയായത് ശ്രീലങ്ക. 2024 വനിതാ ഏഷ്യ കപ്പിന് വേദിയായ നഗരം ശ്രീലങ്ക. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് LIC ആണ്. 2024 ബ്രാൻഡ്സ് ഫിനാൻഷ്യൽ ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് LIC. 2024 FIHന്റെ അത്ലറ്റ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. 2024 FIHന്റെ അത്ലറ്റിക് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. BPRDയുടെ പുതിയ ഡയറക്ടറേറ്റ് ജനറൽ രാജീവ് കുമാർ ശർമ്മ. മിസ് യൂണിവേഴ്സിൽ പങ്കെടുത്ത ആദ്യ സൗദി അറേബ്യൻ വനിത റൂമി അൽഖ്വാഥാനി. മിസ് യൂണിവേഴ്സിൽ പങ്കെടുത്ത ആദ്യ സൗദി അറേബ്യൻ വനിത റൂമി അൽഖ്വാഥാനി. T20 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. T20 ക്രിക്കറ്റിൽ 100 അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാ? വിരാട് കോഹ്ലി. 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ്. 2024 G7 ഉച്ചകോടിക്ക് വേദിയായത് ഇറ്റലി. 2024 G7 ഉച്ചകോടിക്ക് വേദിയായത് ഇറ്റലി. അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൈമൺ ഹാരിസ്. അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി 2024 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സൈമൺ ഹാരിസ് ആണ്. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് റിയാദില്. ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് റിയാദ്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയത് ശ്രീജ അകുല. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയത് ശ്രീജ അകുല. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പിക്സിൽ ജേതാവായത് കാർലോസ് സെയിൻസൺ ആണ്. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പിക്സൽ ജേതാവാരെന്ന് ചോദിച്ചാൽ കാർലോസ് സെയിൻസൺ ആണ്. 2023-24 വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ഒഡീഷ FC ആണ്. 2023-24 വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ഒഡീഷ FC.
2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി അഥവാ COP30 വേദിയായത് ബ്രസീല്. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി അഥവാ COP30 വേദിയായ നഗരം ബ്രസീല്. ശ്വാസകോശാർബുദത്തിനെതിരെ ലോകത്തിലാദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ബ്രിട്ടൻ. ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലാദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ബ്രിട്ടൻ. തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയുടെ പദ്ധതി ബന്ധു പദ്ധതി. തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും എത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയുടെ പദ്ധതിയാണ് ബന്ധു പദ്ധതി. 2024 ചിഹ്നഗ്രഹമായ 2005 X296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? ജയന്ത് മൂർത്തിയുടെ. 2024 ചിഹ്നഗ്രഹമായ 2005 X296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത്? ജയന്ത് മൂർത്തിയുടെ. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. T20 ക്രിക്കറ്റിലെ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. പോയിന്റ്സ് നെമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി ക്രിസ് ബ്രൗണ്. പോയിന്റ്സ് നെമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി ആരാ? ക്രിസ് ബ്രൗൺ ആണ്. 2024 സായുധ കലാപം നടന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ഇന്ദ്രാവതി. 2024 സായുധ കലാപം നടന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ഇന്ദ്രാവതി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണറായത് യെസ് ബാങ്ക്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആകുന്നത് യെസ് ബാങ്ക്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് 2024 പുരുഷ സിംഗിൾസ് ജേതാവ് ജി സത്യൻ. പ്രഥമ ഫോർമുല 4 കാർ റേസിംഗ് 2024 വേദി ശ്രീനഗർ. പ്രഥമ ഫോർമുല 4 കാർ റേസിംഗ് 2024 വേദി ഏതാ? ശ്രീനഗർ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ചിൽ നിന്നും പങ്കെടുക്കുന്നതിന് വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ റഷ്യയും ബെലാറസും. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ റഷ്യയും ബെലാറസും. മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം RPF. 2024 IQ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ബംഗ്ലാദേശ്. 2024 IQ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ബംഗ്ലാദേശ്. WMOയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നത് 2023. WMOയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും ചൂടേറിയ വർഷം എന്നറിയപ്പെടുന്നത് 2023. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്നത് സൗദി അറേബ്യ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്നത് സൗദി അറേബ്യ. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ്. പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ്. പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണ്? ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ്. പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയാണ്. പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ. 2024 മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജാപ്പനീസ് റോക്കറ്റ് കെയ്റോസ്. 2024 മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജാപ്പനീസ് റോക്കറ്റ് കെയ്റോസ്. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈ. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈ. ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം സെപ്റ്റംബർ 17. ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം സെപ്റ്റംബർ 17. പാമ്പുകടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ 15400. പാമ്പുകടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 15400. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. കാർഷിക ആവശ്യങ്ങൾക്കായി വനിതാ സ്വയം സഹായ സംഘങ്ങൾ ഡ്രോണുകൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി നമോ ഡ്രോൺ ദീദി. കാർഷിക ആവശ്യങ്ങൾക്കായി വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്
നമോ ഡ്രോൺ ദീദി. മലയാള ഭാഷയ്ക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം നേടിയത് PK രാധാമണി. മലയാള ഭാഷയ്ക്കുള്ള 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം നേടിയത് PK രാധാമണി. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ജാർഖണ്ഡ്. യൂറോപ്പ ക്ലിപ്പർ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് നാസയാണ്. 2024 അവരെ വിക്ഷേപിച്ചത്. യൂറോപ്പ ക്ലിപ്പർ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് നാസയാണ്. 2024 ഇത് വിക്ഷേപിക്കപ്പെട്ടത്. അരുണാചൽ പ്രദേശിന്റെ 27ാമത് ജില്ലയായി രൂപീകരിക്കപ്പെട്ടത് ബൈച്ചോം. അരുണാചൽ പ്രദേശിന്റെ 27ാമത് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ബൈച്ചോം. 71ാം ലോകസുന്ദരി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് ക്രിസ്റ്റീന സൈക്കോവ. 71ാമത് ലോക സുന്ദരി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയതാരാ? ക്രിസ്റ്റീന സൈക്കോവയാണ്. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി സുധാമൂർത്തി. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി സുധാമൂർത്തി. ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ റോഡ് ടണൽ സ്വെലെ ടണൽ ഇത് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ റോഡ് ടണൽ ഏതാണ്? സെലെ ടണലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലാണ്. കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്ററിന് വേദി ചേർത്തല. കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്ററിന് വേദിയായത് ചേർത്തല. 2024 ലക്ഷദ്വീപിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവി ബേസ് ഏതാണ്? INS ജഡായു. ഇമ്പോർട്ടന്റ് ആണ്. 2024 ലക്ഷദ്വീപിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ ബേസ് ആണ് INS ജഡായു. പ്രഥമ ബ്ലൂ ടാൽക്ക് മീറ്റിംഗിന്റെ വേദി ന്യൂഡൽഹി. പ്രഥമ ബ്ലൂ ടാൽക്ക് മീറ്റിംഗിന്റെ വേദിയായ നഗരം ന്യൂഡൽഹി. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത. ഗർഭഛിദ്രം ഭരണഘടന അവകാശമാക്കി മാറ്റിയ ആദ്യ രാജ്യം ഫ്രാൻസ്. ഗർഭഛിദ്രം ഭരണഘടന അവകാശമാക്കി മാറ്റിയ ആദ്യ രാജ്യം ഫ്രാൻസ്. അരുണാചൽ പ്രദേശിലെ 26ാമത് ജില്ല കെയ്പൈനൂർ. അരുണാചൽ പ്രദേശിലെ 26ാമത് ജില്ലയായിട്ട് വന്നത് കെയ്പൈനൂർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഹൗറ മെട്രോ സ്റ്റേഷൻ. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഹൗറ മെട്രോ സ്റ്റേഷൻ. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനവകുപ്പ് ആരംഭിച്ച പദ്ധതി ഹാരിയർ പദ്ധതി. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനവകുപ്പ് ആരംഭിച്ച പദ്ധതി ഹാരിയർ പദ്ധതി. ഇന്ത്യയിലെ ആദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ബീഹാറിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ബീഹാറില്. കേരളത്തിലെ ആദ്യ AI അധ്യാപിക ഐറിസ്. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപിക ഐറിസ്. 2024 മാർച്ചിൽ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം B സായ് പ്രണീത്. 2024 മാർച്ചിൽ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരായിരുന്നു? B സായ് പ്രണീത് ആയിരുന്നു. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത് പോങ്ങനാട്. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത് ഷാനവാസ് പോങ്ങനാട്. പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഹെഡ് ഷീൽഡ് കടൽ സ്റ്റഗാണ് മെലാനോക്ലാമിസ് ദ്രൗപദി. പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഹെഡ് ഷീൽഡ് കടൽ സ്റ്റഗ് എന്ന് ചോദിച്ചാൽ മെലാനോക്ലാമിസ് ദ്രൗപദി. ഇന്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസ് 2024 വേദിയായത് ഗുരുഗ്രാം. ഇന്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസ് 2024 വേദിയായത് ഗുരുഗ്രാം. എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്നത്? 85 വയസ്സിന് മുകളിലുള്ളവർക്ക്. എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്നതെന്ന് ചോദിച്ചാൽ 85 വയസ്സിന് മുകളിലുള്ളവർക്ക്. പ്രഥമ UEFA വുമൻസ് നേഷൻസ് ലീഗ് 2023-24 ജേതാക്കൾ സ്പെയിനാണ്. റണ്ണറപ്പായതാര ഫ്രാൻസ് ആണ്. ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024 1ാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 42. ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024 1ാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്കയും ഇന്ത്യയുടെ സ്ഥാനം 42ാം സ്ഥാനവും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം. ആഗോള ടെക്സ്റ്റൈൽ ഇവന്റായ ഭാരത് ടെക്സ് 2024 വേദിയായത് ന്യൂഡൽഹി. ആഗോള ടെക്സ്റ്റൈൽ ഇവന്റായ ഭാരത് ടെക്സ് ഇവന്റ് 2024 വേദിയായത് ന്യൂഡൽഹി. കേരള കള്ള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷനായത് UP ജോസഫ്. കേരള കള്ള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷനായത് UP ജോസഫ്.
ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി 2024 പുറത്തിറങ്ങിയ ചലച്ചിത്രം ഇതുവരെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി 2024 പുറത്തിറങ്ങിയ ചലച്ചിത്രം ഇതുവരെ. 2024 പശ്ചിമ ബംഗാൾ ഗവേൺസ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗതി ശ്രീകുമാർ. ഇമ്പോർട്ടന്റ് ആണ്. 2024 പശ്ചിമ ബംഗാൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗവേൺസ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടനാരാണ്? ജഗതി ശ്രീകുമാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ UAPA പ്രകാരം ഏത് സംഘടനയാണ് ആഭ്യന്തര മന്ത്രാലയം അൺലോഫുൾ അസോസിയേഷനായി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ തെഹ്രിക ഇഹുറിയത്ത്. 2023 ഡിസംബർ 31 കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡന്റിന്റെ 30ാമത്തെ ഫ്ലാഗ് ഓഫീസർ കമാൻഡ് ഇൻ ചീഫായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ്. 2023 ഡിസംബർ 31 കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡന്റിന്റെ 30ാമത്തെ ഫ്ലാഗ് ഓഫീസർ കമാൻഡ് ഇൻ ചീഫായി ചുമതലയേറ്റതാരാണ്? വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് ആണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി ഡോക്ടർ RV അശോകൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി ഡോക്ടർ RV അശോകൻ. 2023 FIDE വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് മാഗ്നസ് കാർൽസൺ. 2023 ഫെയ്ഡ് വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? മാഗ്നസ് കാർൽസൺ ആണ്. മുമ്പ് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഷാൻഹായ് നഗരത്തിലാണ്. മുമ്പ് ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടുകയും ഇപ്പോൾ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കിന്റെ ആസ്ഥാനം ഏത് നഗരത്തിലാണ്? ഷാൻഹായിലാണ്. 2024 ജനുവരി 1 പെൺകുട്ടികൾക്കായുള്ള ആദ്യത്തെ സൈനിക സ്കൂൾ ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്? മധുരയിലെ വൃന്ദാവനത്തില്. 2024 ജനുവരി 1 പെൺകുട്ടികൾക്കായുള്ള ആദ്യത്തെ സൈനിക് സ്കൂൾ ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ മധുരയിലെ വൃന്ദാവനം. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടക്കുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ എന്നറിയപ്പെടുന്നത്? ഉത്തരം UAEയുമായിട്ടാണ്. ഓർത്തോളനെ, ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ 2024 എന്നറിയപ്പെട്ടത് UAEയുമായിട്ടുള്ളത്. ഏത് തീയതി മുതലാണ് എല്ലാ പാക്കേജ് ചെയ്ത ചരക്കുകളിലും നിർമ്മാണ തീയതി, യൂണിറ്റ് വിൽപ്പന വില എന്നിവ അച്ചടിക്കുന്നത് നിർബന്ധമാക്കിയെന്ന് ചോദിച്ചാൽ 2024 ജനുവരി 1 മുതലാണ്. അപ്പോൾ ഏത് തീയതി മുതലാണ് ഇന്ത്യയിലെ എല്ലാ പാക്കേജ് ചെയ്ത ചരക്കുകളിലും നിർമ്മാണ തീയതിയും അതുപോലെ യൂണിറ്റ് വിൽപ്പന വിലയും കൃത്യമായി അച്ചടിക്കണമെന്ന് നിർബന്ധമാക്കിയെന്ന് ചോദിച്ചാൽ 2024 ജനുവരി 1 മുതലാണ്. തമോഗർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. തമോഗർത്തങ്ങള് ന്യൂട്രോൺ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. 108 വേദികളിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ സൂര്യ നമസ്കാരം നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനം ഗുജറാത്ത്. 108 വേദികളിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ സൂര്യ നമസ്കാരം നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനം ഗുജറാത്ത്. 2024 വർഷം ആദ്യമായി ആഘോഷിച്ച സ്ഥലം ഏതാണ്? കിരിബത്തി. ഓർത്തോളനെ, 2024 വർഷം ആദ്യമായി ആഘോഷിക്കുന്ന സ്ഥലം ഏതാണ്? കിരിബത്തിയാണ്. 2024 വർഷം ആദ്യമായി ആഘോഷിക്കുന്ന സ്ഥലം ഏതാണ്? കിരിബത്തിയാണ്. ഒരു വർഷത്തിനിടെ 100 അന്താരാഷ്ട്ര സിക്സറുകൾ തികച്ച ചരിത്രത്തിലെ ആദ്യ ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് വസീം. ഒരു വർഷത്തിനിടെ 100 അന്താരാഷ്ട്ര സിക്സറുകൾ തികച്ച ചരിത്രത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് താരം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് വസീമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം ഏത് സംസ്ഥാനത്താണ് ആരംഭിക്കുന്നത്? ഗുജറാത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം ഏത് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്? ഗുജറാത്തിൽ. 2023 170 പേരെ വധശിക്ഷയ്ക്ക് നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? സൗദി അറേബ്യ. പുറത്തുള്ളവർ സംസ്ഥാനത്ത് കൃഷിയും ഹോർട്ടിക്കൾച്ചർ ഭൂമിയും വാങ്ങുന്നത് നിരോധിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. പുറത്തുള്ളവർ സംസ്ഥാനത്ത് കൃഷിയും ഹോർട്ടിക്കൾച്ചർ ഭൂമിയും വാങ്ങുന്നത് നിരോധിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡ്. DRDOയുടെ പുതിയ ചെയർമാനാണ് ഡോക്ടർ സമീർ വി കാമത്ത്. DRDOയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്ത് ആണ്. 2023 അന്താരാഷ്ട്ര ഷിപ്പിംഗ് വിഭാഗത്തിൽ ഇന്ത്യ ഏത് നിലയിലായെത്തിയത്? 22ാം റാങ്കിങ്ങിൽ. വൈദ്യുത മന്ത്രാലയത്തിന്റെ വാർഷികാവസാന അവലോകനം അനുസരിച്ച് 2023 ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതിയുടെ ശരാശരി ലഭ്യത എത്രയാണ്? 20.6 മണിക്കൂറാണ്. ഓൾ ഓവർ ദ ഇന്ത്യ എടുക്കുമ്പോഴാണ് കേട്ടോ.
വൈദ്യുത മന്ത്രാലയത്തിന്റെ വർഷാവസാന അവലോകനം അനുസരിച്ച് 2023 ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതിയുടെ ശരാശരി ലഭ്യത എത്രയാണ്? 20.6 മണിക്കൂറാണ്. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ലിമിറ്റഡ് 2024 ഏത് വർഷമായാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? മാനവ വിഭവശേഷി വികസനത്തിന്റെയും അച്ചടക്കത്തിന്റെയും വർഷമായിട്ട്. ഓർക്കണേ, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ലിമിറ്റഡ് 2024 ഏത് വർഷമായാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? മാനവ വിഭവശേഷി വികസനത്തിന്റെയും അച്ചടക്കത്തിന്റെയും വർഷമായി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് രവീന്ദ്രകുമാർ ത്യാഗിയാണ്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായതാരാ? രവീന്ദ്രകുമാർ ത്യാഗിയാണ്. 2023 ഡിസംബർ 31 5 കിലോമീറ്റർ വനിതാ ലോക റെക്കോർഡ് തകർത്ത ബിയാട്രിസ് ചെമ്പത്ത് ഏത് രാജ്യക്കാരിയാണ്? കെനിയക്കാരിയാണ്. 2023 ഡിസംബർ 31 5 കിലോമീറ്റർ വനിതാ ലോക റെക്കോർഡ് തകർത്ത ബിയാട്രിസ് ചെമ്പത്ത് ഏത് രാജ്യക്കാരിയാണ്? കെനിയക്കാരിയാണ്. അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനുള്ള നാസയുടെ ദൗത്യമാണ് ഒസിറിസ് അപ്പെക്സ്. ഓർത്തോളനെ, അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കുവാനുള്ള നാസയുടെ ദൗത്യമാണ് ഒസിറിസ് അപ്പെക്സ്. 2024 ജനുവരി 3 കൊച്ചി ലക്ഷദ്വീപ് അന്തർവാഹിനി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ഉദ്ഘാടനം ചെയ്തത് ശ്രീ നരേന്ദ്ര മോദിയാണ്. 2024 ജനുവരി 3 കൊച്ചി ലക്ഷദ്വീപ് അന്തർവാഹിനി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ഉദ്ഘാടനം ചെയ്തതാരാണ്? നരേന്ദ്ര മോദിയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 62ാം പതിപ്പ് 2024 ജനുവരി 4 മുതൽ ജനുവരി 8 വരെ കേരളത്തിലെ ഏത് സ്ഥലത്താണ് നടന്നത്? കൊല്ലം ജില്ലയിലാണ് നടന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 62ാം പതിപ്പാണ് 2024 നടന്നത്. അത് എവിടെയാണ് നടന്നത്? കൊല്ലം ജില്ലയിലായിരുന്നു. 2024 ജനുവരി 4 മുതൽ ജനുവരി 8 വരെയായിരുന്നു ഇത് അരങ്ങേറിയത്. ഏത് ഉപഗ്രഹം വിക്ഷേപിക്കാനാണ് ISRO ആദ്യമായി ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിക്കുന്നത്? അൽമഗ് 20 ആണ്. ഓർക്കണേ, ഏത് ഉപഗ്രഹം വിക്ഷേപിക്കുവാനാണ് ISRO ആദ്യമായി ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അൽമഗ് 20 ആണ്. ഇന്ത്യയിലെ ഏത് മേഖലയിൽ നിന്നാണ് NCC റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ ആദ്യമായി എല്ലാ പെൺകുട്ടികളും അടങ്ങിയ ബാൻഡ് പങ്കെടുത്തത്? നോർത്ത് ഈസ്റ്റിൽ നിന്നും. ഇന്ത്യയിലെ ഏത് മേഖലയിൽ നിന്നാണ് NCC റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ ആദ്യമായിട്ട് എല്ലാ പെൺകുട്ടികളും അടങ്ങിയ ബാൻഡ് പങ്കെടുത്തതെന്ന് ചോദിച്ചാൽ നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. 2024 ഏത് ദിവസത്തിലാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നത്? ജനുവരി 3. 2024 ഏത് ദിവസമാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വന്നതെന്ന് ചോദിച്ചാൽ ജനുവരി 3. 2024 ലാൻഡ്സൈറ്റ് പഠനമനുസരിച്ച് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരുള്ള രാജ്യമേന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. 2024 ലാൻഡ്സെറ്റ് പഠനമനുസരിച്ച് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരുള്ള രാജ്യം ഏതാ? ചൈനയാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഒഴിവാക്കാൻ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത. ഇപ്പോഴും ചോദിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഒഴിവാക്കാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധന ഏതാ? ഓപ്പറേഷൻ അമൃത. 2024 ജനുവരി 4 നാവികസേനയുടെ വൈസ് ചീഫായി ചുമതലയേറ്റതാരാണ്? വൈസ് അഡ്മിറൽ ദിനേശ് ത്രിപാഠിയാണ്. 2024 ജനുവരി 4 നാവികസേനയുടെ വൈസ് ചീഫായി ചുമതലയേറ്റ വ്യക്തിത്വമാരാണ്? വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ്. 2023 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരത്തിൽ ഒഡീഷയിൽ നിന്നുള്ള ഏത് കോർപ്പറേറ്റ് സ്ഥാപനമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഒഡീഷ മൈനിങ് കോർപ്പറേഷൻ. വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച വിദ്യാർത്ഥികളിൽ നേതൃത്വ ഗുണങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പരീക്ഷണാത്മക പഠന പരിപാടിയുടെ പേര് പ്രേരണ. വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച വിദ്യാർത്ഥികളിൽ നേതൃത്വ ഗുണങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പരീക്ഷണാത്മക പഠന പരിപാടിയുടെ പേരെന്താണ്? പ്രേരണ. ദുരന്ത മുന്നറിയിപ്പ് നൽകുന്നതിനായി രഹിത് വാണി കേന്ദ്രം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിച്ചോളണേ. ദുരന്ത മുന്നറിയിപ്പ് നൽകുന്നതിനായി രഹിത് വാണി കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. 52 വർഷത്തെ സിംഹാസനത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന ഡെൻമാർക്ക് രാജ്ഞിയുടെ പേര് മാർഗരറ്റ് രാജ്ഞി 2 ആണ്. 52 വർഷ സിംഹാസനത്തിന് ശേഷം സ്ഥാനമൊഴിയുന്ന ഡെൻമാർക്കിന്റെ രാജ്ഞിയുടെ പേരെന്താണ്? മാർഗരറ്റ് രാജ്ഞി 2. 2023 കേരള ഹൈക്കോടതി തീർപ്പാക്കിയ കേസുകളുടെ ശതമാനം എത്രയാണ്? 88%. 2023 കേരള ഹൈക്കോടതി തീർപ്പാക്കിയ കേസുകളുടെ ശതമാനം ചോദിച്ചാൽ എത്രയാണ്? 88% കേസുകൾ. 2024 ജനുവരി 11 മുതൽ ജനുവരി 14 വരെ നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 7ാമത് എഡിഷൻ
അതിഥി രാഷ്ട്രം ഏതാണ്? തുർക്കിയാണ്. 2024 ജനുവരി 11 മുതൽ ജനുവരി 14 വരെ നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 7ാമത് എഡിഷനിൽ അതിഥിയായിട്ട് ഇന്ത്യയിലെത്തിയ രാജ്യം ഏതാണ്? തുർക്കിയാണ്. 2024 ജനുവരിയിൽ ഏത് മന്ത്രാലയത്തിനുള്ള പൃഥ്വി വിജ്ഞാൻ പദ്ധതിക്ക് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി? ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ. 2024 ജനുവരിയിൽ ഏത് മന്ത്രാലയത്തിനായുള്ള പൃഥ്വി വിജ്ഞാൻ പദ്ധതിക്കാണ് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയെന്ന് ചോദിച്ചാൽ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ. അപ്പോൾ പൃഥ്വി വിജ്ഞാൻ പദ്ധതി ഏത് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൗമശാസ്ത്ര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര കായിക മന്ത്രിയായ അനുരാഗ് താക്കൂർ ബീച്ച് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ഏത് യൂണിയൻ ടെറിട്ടറിയിലാണെന്ന് ചോദിച്ചാൽ ദിയുവിലാണ്. അവിടുത്തെ തന്നെ ഗോഗ്ല ബീച്ചിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര കായിക മന്ത്രിയായിട്ടുള്ള അനുരാഗ് താക്കൂർ ബീച്ച് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലാണെന്ന് ചോദിച്ചാൽ അത് ദാമാൻ ദിയുവിലെ ഖോഗ്ല ബീച്ചിലാണ്. 2024 ഹെങ്ക് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം UK ആണ്. പഠിച്ചോളണം, 2024 ഹെങ്ക് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച രാജ്യം UK ആണ്. മഹാകവിതൈ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വൈരമുത്തു. മഹാകവിതൈ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? വൈരമുത്തുവാണ്. പരീക്ഷാ ഹാളിൽ ഏതുതരം രോഗികളുടെ മരുന്ന് കൊണ്ടുപോകാനാണ് കേരള PSC അടുത്തിടെ അനുവദിച്ചതെന്ന് ചോദിച്ചാൽ ടൈപ്പ് 1 പ്രമേഹമുള്ള രോഗികളുടെ മരുന്ന് കൊണ്ടുപോകാനാണ് PSC അനുവാദം നൽകിയത്. പരീക്ഷാ ഹാളുകളിൽ ഏത് തരം രോഗികളുടെ മരുന്ന് കൊണ്ടുപോകാനാണ് കേരള PSC അടുത്തിടെ അനുവദിച്ചതെന്ന് ചോദിച്ചാൽ ടൈപ്പ് 1 പ്രമേഹ രോഗികളുടെ. ദേശീയ പുരസ്കാരമായ കൂവമ്പ് രാഷ്ട്രീയ പുരസ്കാരം ഏത് മേഖലയിലാണ് നൽകുന്നത്? സാഹിത്യ പുരസ്കാരം അല്ലെങ്കിൽ സാഹിത്യ മേഖലയിൽ. ദേശീയ പുരസ്കാരമായ കൂവമ്പ് രാഷ്ട്രീയ പുരസ്കാരം ഏത് മേഖലയ്ക്കാണ് നൽകുന്നത്? സാഹിത്യ മേഖലയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ്. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എത്ര ദിവസം എടുത്തു? 127 ദിവസം എടുത്തു. ഇമ്പോർട്ടന്റ് ആണ്. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എത്ര ദിവസം എടുത്തു? 127 ദിവസം എടുത്തു. 43ാമത് അന്റാർട്ടിക് ശാസ്ത്ര പരിവേഷണത്തിന് ഉപയോഗിച്ച കപ്പലിന്റെ പേര് MV വാസിലി ഗോൽവാനിൻ. ഓർക്കണേ, 43ാമത് അന്റാർട്ടിക് ശാസ്ത്ര പരിവേഷണത്തിന് ഉപയോഗിച്ച കപ്പലിന്റെ പേരെന്താ? MV വാസിലി ഗോൽവാനിൻ. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന നടപ്പിലാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന നടപ്പിലാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ജമ്മു കാശ്മീർ. കാശ്മീരി ലിപി ഡിജിറ്റലാക്കാൻ മുൻകൈയെടുത്ത 2 സോഫ്റ്റ്വെയർ കമ്പനികളാണ് മൈക്രോസോഫ്റ്റും ഗൂഗിളും. കാശ്മീരി ലിപി ഡിജിറ്റലാക്കാൻ മുൻകൈയെടുത്ത 2 സോഫ്റ്റ്വെയർ കമ്പനികൾ ഏതൊക്കെയാ? ഒന്ന് മൈക്രോസോഫ്റ്റും മറ്റൊന്ന് ഗൂഗിളുമാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? വികാസ് ഷീലാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? വികാസ് ഷീലാണ്. 2024 ജനുവരി 7 രാജ്യത്തെ ആദ്യത്തെ ഹെൽത്തി ആൻഡ് ഹൈജീനിക് ഫുഡ് സ്ട്രീറ്റ് പ്രസാദം ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഉജ്ജയിനിയിലാണ്. 2024 ജനുവരിയിൽ രാജ്യത്തെ ആദ്യത്തെ ഹെൽത്തി ആൻഡ് ഹൈജീനിക് ഫുഡ് സ്ട്രീറ്റ് ആയിട്ടുള്ള പ്രസാദം ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഉജ്ജയിനിയിലാണ്. അറബിക്കടലുമായി എത്ര രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നു? 6 രാജ്യങ്ങൾ. അറബിക്കടലുമായി എത്ര രാജ്യങ്ങളാണ് അതിർത്തി പങ്കിടുന്നത്? 6 രാജ്യങ്ങൾ. മൈക്രോസോഫ്റ്റ് വിൻഡോസിന് ഏത് പതിപ്പാണ് വേർഡ് പാഡ് നീക്കം ചെയ്തതെന്ന് ചോദിച്ചാൽ വിൻഡോസ് 11 നിന്നും. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ CEO ആയി പുതിയതായി നിയമിതനായത് രഘുറാം അയ്യരാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ CEO ആയി പുതുതായി നിയമിതനായതാരാണ്? രഘുറാം അയ്യറാണ്. 81ാം വാർഷിക ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഒന്നാമതെത്തിയ സിനിമ ഓപ്പൺഹൈമർ ആണ്. 81ാം വാർഷിക ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഒന്നാമതെത്തിയ സിനിമ ഏതാണ്? ഓപ്പൺഹൈമർ ആണ്. കേരളത്തിലെ ഏത് പൊതുമേഖലാ യൂണിറ്റ് ആണ് PSLV C57 ഉള്ള ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാര്? കെൽട്രോൺ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏത് പൊതുമേഖലാ യൂണിറ്റ് ആണ് PSLV C57 ഉള്ള ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായെന്ന് ചോദിച്ചാൽ കെൽട്രോൺ ആണ്. ഒരു കച്ചേരിയിൽ ആകെ 140 ഭാഷകൾ പാടിയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള ആരാണ്? സുജേത സതീഷാണ്. ഒരു കച്ചേരിയിൽ ആകെ 140 ഭാഷകളിൽ പാടിയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ കേരളത്തിലെ വ്യക്തിത്വം ആരാണ്? സുജേത സതീഷാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 62ാമത് എഡിഷനിൽ 1ാം സ്ഥാനം നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 62ാം എഡിഷനിൽ 1ാം സ്ഥാനം നേടിയ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. ബംഗ്ലാദേശ് ദേശീയ തെരഞ്ഞെടുപ്പ് തുടർച്ചയായി 4ാം തവണയും വിജയിച്ച പാർട്ടി ഏതാണ്? അവാമി ലീഗ്. ബംഗ്ലാദേശിലെ ദേശീയ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 4ാം തവണയും വിജയിച്ച പാർട്ടി ഏതാണ്? അവാമി ലീഗ്. ഏഷ്യൻ ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ
ടീം ഇനത്തിൽ സ്വർണം നേടിയ ടീം ഇന്ത്യയാണ്. ഏഷ്യ ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ടീം ഇനത്തിൽ സ്വർണം നേടിയ ടീം ഇന്ത്യൻ ടീമാണ്. അടുത്തിടെ ലക്ഷദ്വീപിൽ ആരംഭിച്ച ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കവരത്തിയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ ലക്ഷദ്വീപിൽ ആരംഭിച്ച ഓൺ ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കവരത്തി. 2023 ജനുവരി 8 റായ്പൂരിലെ രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടിയതാരാണ്? റിയാൻ പരാഗാണ്. 2023 ജനുവരി 8 റായ്പൂരിൽ നടന്ന രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടിയതാരാണ്? റിയാൻ പരാഗാണ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ വിരമിച്ച കരസേനാ മേധാവി MM നരവാനെ. ഓർക്കണേ, 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ വിരമിച്ച കരസേനാ മേധാവി ആരാണ്? MM നരവാനെ. ഇന്ത്യയുടെ 25ാമത് നാവികസേനാ മേധാവിയുടെ പേര് R ഹരികുമാർ. ഇന്ത്യയുടെ 25ാമത് നാവികസേനാ മേധാവിയുടെ പേര് R ഹരികുമാർ. അടുത്തിടെ മീരാഭായ് ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525 രൂപയുടെ നാണയം. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ മീരാഭായ് ജന്മദിനത്തിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525 രൂപയുടെ നാണയം. സ്വച്ഛ് സർവേഷൻ അവാർഡ് 2023 ഏറ്റവും വൃത്തിയുള്ള നഗരം നേടിയ 2 സ്ഥലങ്ങൾ ഏതാണ്? ഇൻഡോറും സൂറത്തും. ഇമ്പോർട്ടന്റ് ആണ്. സ്വച്ഛ് സർവേഷൻ അവാർഡ് 2023 പ്രകാരം ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾക്ക് അവാർഡ് ലഭിച്ച 2 നഗരങ്ങൾ ഏതാണ്? ഇൻഡോറും സൂറത്തും. മികച്ച നേട്ടം എന്ന വിഭാഗത്തിൽ 2023 ഇന്ത്യൻസ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ഏത് സംഘടനയ്ക്കാണ്? ISROയ്ക്കാണ്. മികച്ച നേട്ടം എന്ന വിഭാഗത്തിൽ 2023 ഇന്ത്യൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ഏത് സംഘടനയ്ക്കാണ്? ISROയ്ക്കാണ്. ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കുമായി പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ ഇന്ത്യൻ സർക്കാർ പദ്ധതിയിടുന്നത്? മിനിക്കോയ് ദ്വീപില്. ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് സൈനിക ആവശ്യങ്ങൾക്കും സിവിലിയൻ ആവശ്യങ്ങൾക്കുമായി പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ ഇന്ത്യൻ സർക്കാർ പദ്ധതിയിടുന്നത്? മിനിക്കോയ് ദ്വീപില്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എന്നറിയപ്പെടുന്നത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കടൽപ്പാലമാണ്. ഓർക്കുക. 2016 ജൂലൈ 22 ബംഗാൾ ഉൾക്കടലിൽ കാണാതെയായ ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് 2024 കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ AN-32 വിമാനത്തിന്റെയാണ്. 2016 ജൂലൈ 22 ബംഗാൾ ഉൾക്കടലിൽ കാണാതെയായ ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് 2024 നമ്മൾ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ AN-32 വിമാനത്തിന്റെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന പേര് ലഭിച്ചത് ടൈഗർ റിസർവ് ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ് ആണ്. ഇത് ഓൾറെഡി പ്രീവിയസ് ആയി ചോദിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്ന ടൈഗർ റിസർവ് ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ് ആണ്. ഇന്ത്യൻ സൈന്യം 2024 ഏത് വർഷമായി പ്രഖ്യാപിച്ചു? സാങ്കേതിക വിദ്യ ആഗിരണം ചെയ്ത വർഷം. ഇന്ത്യൻ സൈന്യം 2024 ഏത് വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്? സാങ്കേതിക വിദ്യ ആഗിരണം ചെയ്ത വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാങ് റോഡ് സെക്ഷൻ 2024 ഏത് ദേശീയപാതയിലാണ് ഉദ്ഘാടനം ചെയ്തത്? NH66, അതായത് മുംബൈയും ഗോവയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉദ്ഘാടനം ചെയ്തത്. അടുത്തിടെ US വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമാണ് പെരിഗിൻ മിഷൻ 1. ഓർക്കണേ, അടുത്തിടെ US വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമാണ് പെരിഗിൻ മിഷൻ 1. 2024 ജനുവരി 12 ഡീകമ്മീഷൻ ചെയ്ത 3 ഇന്ത്യൻ നാവിക കപ്പലുകളാണ് INS ചീറ്റ, INS ഗുൽദാർ, INS കുംഫീർ. ഇത് 3 ഉള്ളതുകൊണ്ട് ഓർത്ത് വെച്ചോളണം. 2024 ജനുവരിയിൽ ഡീകമ്മീഷൻ ചെയ്ത 3 ഇന്ത്യൻ നാവിക കപ്പലുകൾ ഏതൊക്കെയാണ്? INS ചീറ്റ, INS ഗുൽദാർ, INS കുംഫീർ. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് MK സാനു ആണ്. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MK സാനു ആണ്. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.